ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോ അനാലിറ്റിക്കൽ കെമിസ്ട്രിയിലെ വോളിമെട്രിക് അനാലിസിസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻസ് കഴിഞ്ഞ വീഡിയോയില് ഡിസ്കസ് ചെയ്തു പഠിച്ചു. ഇനി അടുത്ത ഒരു ടൈട്രിമെട്രിക് അനാലിസിസ് അല്ലെങ്കിൽ ഒരു ടൈട്രേഷൻ മെത്തേഡിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ രണ്ടാമത്തെ ഒരു ടൈട്രേഷൻ മെത്തേഡാണ് റിഡോക്സ് ടൈട്രേഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാല് ഒരു ഓക്സിഡൈസിങ് ഏജന്റും ഒരു റെഡ്യൂസിങ് ഏജന്റും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ് നമ്മൾ റിഡോക്സ് ടൈട്രേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റിഡോക്സ് ടൈട്രേഷൻസിനെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ടൈട്രേഷൻ മെത്തേഡുകൾ അല്ലെങ്കിൽ ടൈട്രിമെട്രിക് അനാലിസിസിനെയാണ് നമ്മൾ റിഡോക്സ് ടൈട്രേഷൻസ് എന്ന് പറയുന്നത്. ഇൻ റിഡോക്സ് ടൈട്രേഷൻസ് നമ്മൾ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് എടുക്കും, ഒരു റെഡ്യൂസിങ് ഏജന്റും എടുക്കും. ഈ ഓക്സിഡൈസിങ് ഏജന്റിനെ റെഡ്യൂസിങ് ഏജന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ടൈട്രേറ്റ് ചെയ്യുന്ന ഈ ഒരു ടൈട്രേഷൻ മെത്തേഡിനെയാണ് റിഡോക്സ് ടൈട്രേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ഉണ്ടായിരിക്കും, ഒരു റെഡ്യൂസിങ് ഏജന്റ് ഉണ്ടായിരിക്കും. ഈ ഓക്സിഡൈസിങ് ഏജന്റിനെ റെഡ്യൂസിങ് ഏജന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ടൈട്രേഷൻ നടത്തുമ്പോൾ നമുക്ക് റിഡോക്സ് ടൈട്രേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് കിട്ടും. ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓക്സിഡൈസിങ് ഏജന്റുകൾ എന്ന് പറയുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അഥവാ KMnO4 ആൻഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7 ആൻഡ് സീറിയം സൾഫേറ്റ്. ഇത്രയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓക്സിഡൈസിങ് ഏജന്റുകൾ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് രണ്ട് റിഡോക്സ് ടൈട്രേഷൻസിനെ പറ്റിയാണ്. ഒന്ന് പെർമാംഗനോമെട്രിക് ടൈട്രേഷൻസിനെ പറ്റിയും രണ്ടത് ഡൈക്രോമെട്രിക് ടൈട്രേഷൻ അല്ലെങ്കിൽ ഡൈക്രോമെട്രി. അപ്പോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ടൈട്രേഷൻസ് ഇൻവോൾവിംഗ് KMnO4 ദാറ്റ് ഈസ് പെർമാംഗനോമെട്രി. KMnO4 അഥവാ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ചിട്ട് ടൈട്രേഷൻസ് നടത്തുന്നതിനെയാണ് നമ്മൾ പെർമാംഗനോമെട്രി എന്ന് പറയുന്നത്. The redox titrations which involve the titration of potassium permanganate as the oxidant against the reductants are called permanganometry. The redox titrations എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിഡൈസിങ് ഏജന്റിനെ റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ച് ടൈട്രേഷൻ നടത്തുന്നതിനാണ് നമ്മൾ റിഡോക്സ് ടൈട്രേഷൻസ് എന്ന് പറഞ്ഞത്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു റിഡോക്സ് ടൈട്രേഷൻ ആണ് പെർമാംഗനോമെട്രി എന്ന് പറയുന്നത്. ഈ പെർമാംഗനോമെട്രി നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയിരിക്കും. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന ഓക്സിഡൈസിങ് ഏജന്റിനെ ഒരു റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ റെഡക്റ്റന്റ്, രണ്ടും ഒന്ന് തന്നെയാണ്. റെഡ്യൂസിങ് ഏജന്റിനെ തന്നെയാണ് റെഡക്റ്റന്റ് എന്ന് പറയാം. അപ്പോൾ റെഡ്യൂസിങ് ഏജന്റിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നതിനെയാണ് പെർമാംഗനോമെട്രിക് ടൈട്രേഷൻസ് അഥവാ പെർമാംഗനോമെട്രി എന്ന് പറയുന്നത്. The redox titrations which involve the titration of പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആസ് ദി ഓക്സിഡന്റ്, അതായത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് നമ്മൾ എടുക്കുക, അഗെയിൻസ്റ്റ് റിഡക്റ്റൻസ് റെഡ്യൂസിങ് ഏജന്റിനെതിരെ, ആർ കാൾഡ് പെർമാംഗനോമെട്രി. Here, KMnO4 is a powerful oxidizing agent in acid medium and is easily reduced to colorless manganese ions. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ആസിഡ് മീഡിയത്തിൽ. ആസിഡ് മീഡിയം പ്രൊവൈഡ് ചെയ്യുമ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. നമുക്കറിയാം ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് റിഡക്ഷൻ ആണ് ഓക്സിഡൈസിങ് ഏജന്റിന് സംഭവിക്കുക. അല്ലെങ്കിൽ എന്താണ്, ഒരു ഓക്സിഡൈസിങ് ഏജന്റ് റിഡ്യൂസ് ചെയ്തിട്ട് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസ് ആയിട്ട് മാറുക ചെയ്യുക അല്ലെ. അപ്പോൾ അതിന്റെ റിയാക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. MnO4 മൈനസ് അഥവാ പൊട്ടാസ്യം KMnO4ലെ പൊട്ടാസ്യം K+ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിനെയാണ് നമ്മൾ MnO4 മൈനസ് എന്ന് പറയുന്നത്. MnO4 മൈനസ് പ്ലസ് 8H പ്ലസ് 5 ഇലക്ട്രോൺ ഗീവ്സ് Mn2 പ്ലസ് 4H2O. അപ്പോ KMnO4നെ റെഡ്യൂസ് ചെയ്തിട്ട് എന്താണ് Mn2 ആണ് മാറുന്നത്. അതായത് KMnO4 ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, അതിന് സ്വന്തമായിട്ട് റിഡക്ഷൻ ആണ് സംഭവിക്കുക. അപ്പോൾ KMnO4 റെഡ്യൂസ് ചെയ്തിട്ട് Mn2 ആയിട്ട് മാറും. Mn2 എന്ന് പറഞ്ഞാൽ എന്താണ്, +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. മാംഗനീസിന്റെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് Mn2 ഉള്ളത്. KMnO4ൽ Mn എന്ന് പറയുന്നത് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ +7 നിന്നും +2ലേക്ക് റിഡക്ഷൻ ആണ് സംഭവിച്ചിട്ടുള്ളത് KMnO4ന്, ആൻഡ് ഇറ്റ് ഈസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. ഇവിടെയുള്ള കളർ ചേഞ്ച് എന്ന് പറയുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിന് എന്താണ് ഒരു ഡാർക്ക് പർപ്പിൾ കളറാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പർപ്പിൾ വയലറ്റ് കളർ പോലത്തെ ഒരു കളർ ആയിരിക്കും ഉണ്ടാവുക. അതിന് റിഡക്ഷൻ സംഭവിച്ച് Mn2 ആയിട്ട് മാറിയാല് അത് കളർലെസ് ആയിട്ട് മാറും. അതായത് Mn2 കളർലെസ് ആണ്, KMnO4 എന്ന് പറയുന്നത് പർപ്പിൾ കളറാണ്. അപ്പോ നമ്മുടെ എൻഡ് പോയിന്റിൽ എന്തായിരിക്കും കളർ ചേഞ്ച് ഉണ്ടായിരിക്കുക, ഒരു പെർമനന്റ് പെയിൽ പിങ്ക് കളർ വരികയാണ് ചെയ്യല്ലേ. അപ്പോ KMnO4ന് റിഡക്ഷൻ സംഭവിച്ചിട്ട് എന്താണ് കളർലെസ് ആയിട്ടുള്ള Mn2 ആയിട്ട് മാറാണ് ചെയ്യുക.
So it can oxidize a large spectrum of reducing agents such as oxalic acid, oxalate, ferrous, nitrite, sulfite, arsenite, etc. നമ്മൾ പറഞ്ഞു KMnO4 എന്ന് പറഞ്ഞത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന് ഒരുപാട് റെഡ്യൂസിങ് ഏജന്റുകളെ ഓക്സിഡൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്സാലിക് ആസിഡ്, ഓക്സലേറ്റ്, ഫെറസ്, നൈട്രൈറ്റ്, സൾഫൈറ്റ്, ആർസനേറ്റ് പോലുള്ള ഒരുപാട് റെഡ്യൂസിങ് ഏജന്റുകളെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സാധിക്കും. The appearance of a permanent pale pink color immediately after the equivalence point marks the end point of the titration. ഇവിടെ നമ്മൾ എൻഡ് പോയിന്റ് ആയിട്ട് കണക്കാക്കുന്നത് എന്താണ്? നമ്മുടെ റിയാക്ഷൻ മിക്സ്ചറിൽ എന്താണ് ഒരു പെർമനന്റ് പെയിൽ പിങ്ക് കളർ ഡെവലപ്പ് ചെയ്യും അല്ലെ? ഒരു പർട്ടിക്കുലർ ഒരു ഷാർപ്പ് ഒറ്റ പോയിന്റിൽ എന്താണ് ഒറ്റ ഡ്രോപ്പ് വീഴുമ്പോൾ നമുക്ക് എന്താണ് അനലൈസ് സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന റിയാക്ഷൻ മിക്സ്ചറിൽ എന്താണ് കളർലെസ് ആയിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. ഒറ്റ ഡ്രോപ്പിൽ എന്തായിരിക്കും ആ കളർലെസ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്താണ് പെർമനന്റ് പെയിൽ പിങ്ക് കളർ ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ എൻഡ് പോയിന്റ് ആയിട്ട് കണക്കാക്കുന്നത്. സോ KMnO4 ആക്ട് ആസ് എ സെൽഫ് ഇൻഡിക്കേറ്റിംഗ് റിയേജന്റ്. ഹിയർ എന്താണ് KMnO4 എന്ന് പറയുന്നത് ഒരു സെൽഫ് ഇൻഡിക്കേറ്റിംഗ് ഏജന്റ് ആണ്, റിയേജന്റ് ആണ്. അതായത് സെൽഫ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നമ്മൾ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻസ് ഒക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലീൻ, മീഥൈൽ റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇൻഡിക്കേറ്ററുകളുടെ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അവർക്ക് എന്താണ് ഒരു pH ഒരു പർട്ടിക്കുലർ pHൽ എന്താണ് അവർക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻഡിക്കേറ്ററിന്റെ ആവശ്യം എന്താണ് ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ചിട്ടുള്ള പെർമാംഗനോമെട്രിക് ടൈട്രേഷൻസിൽ ആവശ്യമില്ല. ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്താണ് ഒരു സെൽഫ് ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അതിന് ഇക്വലൻസ് പോയിന്റ് എത്തുമ്പോൾ എന്താണ് കളർ ചേഞ്ച് കാണിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അതായത് അതുവരെ കളർലെസ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് ഒരു പെർമനന്റ് പെയിൽ പിങ്ക് കളർ ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പെർമാംഗനേറ്റിന് കഴിയും. അതുകൊണ്ട് തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് ഒരു സെൽഫ് ഇൻഡിക്കേറ്റർ ആണ്, അല്ലെങ്കിൽ സെൽഫ് ഇൻഡിക്കേറ്റിംഗ് റിയേജന്റ് ആണ്. ഇനി രണ്ട് എക്സാമ്പിൾ നോക്കാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ചിട്ടുള്ള പെർമാംഗനോമെട്രിക് ടൈട്രേഷൻസിലുള്ള രണ്ട് ഉദാഹരണങ്ങൾ. ഫസ്റ്റ് എക്സാമ്പിൾ ഹോട്ട് അസറ്റിക് ആസിഡ് അല്ല കേട്ടോ, ഹോട്ട് ഓക്സാലിക് ആസിഡ് ആണ്. ദാറ്റ് ഈസ് ഇവിടെ കണ്ടില്ലേ, ഇതെന്താണ് അസറ്റിക് ആസിഡ് എന്ന് എഴുതിയിട്ടുള്ളത്. അസറ്റിക് ആസിഡ് അല്ല, ഓക്സാലിക് ആസിഡ് ആണ്. അപ്പോ hot acetic acid can be titrated against potassium permanganate in the presence of dilute sulfuric acid can be represented as. അപ്പോ ഓക്സാലിക് ആസിഡും പൊട്ടാസ്യം പെർമാംഗനേറ്റും തമ്മിലുള്ള ടൈട്രേഷൻ ആണ് ടൈട്രേഷന്റെ ഇക്വേഷൻ ആണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ ഉപയോഗിക്കാന്ന് വെച്ചാല് നമുക്ക് ഓക്സാലിക് ആസിഡിന്റെ ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ടാവും, അതിനെ നമ്മൾ മേക്കപ്പ് ചെയ്യും. മേക്കപ്പ് ചെയ്തതിന്റെ ശേഷം അതിനൊരു 20 ml പിപ്പറ്റ് ചെയ്തിട്ട് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് അതിലേക്ക് എന്താണ് ഒരു 1.5 ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ഒരു 1.5 ടെസ്റ്റ് ട്യൂബോ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും. ഇപ്പൊ സൾഫ്യൂരിക് ആസിഡ് ഇവിടെ ആഡ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അസിഡിക് മീഡിയം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞു പൊട്ടാസ്യം പെർമാംഗനേറ്റ് അസിഡിക് മീഡിയത്തിൽ നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടുള്ള അസിഡ് മീഡിയം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സൾഫ്യൂരിക് ആസിഡിന്റെ ധർമ്മം എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്താണ് ബ്യൂററ്റിൽ എടുത്തിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെച്ചിട്ട് ഇതിനെ ടൈട്രേറ്റ് ചെയ്യിക്കും. അങ്ങനെ ടൈട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഡിക്കേറ്റർ ഒന്നും പുറത്തുനിന്ന് ആഡ് ചെയ്യുന്നില്ല അല്ലെ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്താണ് ഒരു സെൽഫ് ഇൻഡിക്കേറ്റർ ആണ്. അങ്ങനെ നമ്മൾ റിയാക്ഷൻ മിക്സ്ചറിലേക്ക് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യും. ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു പിങ്ക് കളർ ഉണ്ടെങ്കിലും അതെന്താണ് റിയാക്ഷൻ നടന്നിട്ട് അത് കളർലെസ് ആയിട്ട് മാറും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? പൊട്ടാസ്യം പെർമാംഗനേറ്റിലെ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരുന്ന മാംഗനീസ് എന്ന് പറയുന്നത് എന്താണ് Mn2+ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. Mn2+ കളർലെസ് ആണ്. പക്ഷെ എന്താണ് എല്ലാ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇക്വലൻസ് പോയിന്റ് ആവുന്ന സമയത്ത് എന്താണ് ഇവിടെയുള്ള Mn2+ ഒക്കെ മാറിയിട്ട് അവിടെ എന്താണ് ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് എക്സസ് ആയിട്ട് വരുമ്പോഴാണ് അവിടെ പെർമനന്റ് പെയിൽ പിങ്ക് കളർ ഇമ്പാർട്ട് ചെയ്യുന്നത്. അതിന്റെ റിയാക്ഷൻ ആണ് 2KMnO4 + 3H2SO4 + 5H2C2O4 gives K2SO4 + 2MnSO4 + 8H2O + 10CO2. ഇവിടെ KMnO4 എന്താണ് MnSO4 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ആൻഡ് H2C2O4 എന്ന് പറഞ്ഞിട്ട് ഓക്സാലിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്തു. ഇതാണ് റിയാക്ഷൻ. വേറൊരു എക്സാമ്പിൾ ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റും അയണും തമ്മിലുള്ള റിയാക്ഷൻ. മോർസാൾട്ട് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ? ഫെറസ് അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്ന മോർസാൾട്ടും പൊട്ടാസ്യം പെർമാംഗനേറ്റും തമ്മിലുള്ള റിയാക്ഷൻ ആണ് താഴെ തന്നിട്ടുള്ളത്.
2KMnO4 plus 3H2SO4 plus 10 FeSO4 gives K2SO4 plus 2MnSO4 plus 3H2O plus 5 Fe2SO4 thrice. ഇവിടെ എന്താണ് KMnO4 എന്ന് പറയുന്നത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ടുള്ള MnSO4 ആയിട്ട് കൺവേർട്ട് ചെയ്തു. ആൻഡ് FeSO4 അയൺ എന്ന് പറയുന്നത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഉള്ളത്. അതിന് ഓക്സിഡേഷൻ നടന്നിട്ട് എന്താണ് Fe2SO4 thrice അവിടെ അയൺ എന്ന് പറയുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിട്ട് ഓക്സിഡൈസ് ചെയ്തു. KMnO4 റിഡക്ഷൻ സംഭവിച്ചു. അതൊരു റിഡോക്സ് ടൈട്രേഷൻ ആണെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ ഒക്കെ പറഞ്ഞതിന് മുന്നേ വോളിമെട്രിക് അനാലിസിസിന്റെ ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ 2 ടൈപ്പ് സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ടും സെക്കൻഡറി സ്റ്റാൻഡേർഡ് ആയിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ആ ഒരു കോമ്പൗണ്ടിനെ ഡയറക്റ്റ് വെയിറ്റ് എടുത്തിട്ട് അതിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോൾവെന്റ്, അതായത് വാട്ടറോ അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റ് വെച്ച് ഡൈല്യൂട്ട് ചെയ്താൽ തന്നെ നമുക്ക് എന്താണ് അതിനെ ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മോർസാൾട്ട്, ഓക്സാലിക് ആസിഡ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പോലുള്ള ഒരുപാട് പ്രൈമറി സ്റ്റാൻഡേർഡുകൾക്ക് എക്സാമ്പിളും പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. പക്ഷെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ് അല്ല. അപ്പൊ അതിനെ നമ്മൾ എന്താണ് സ്റ്റാൻഡേർഡൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതൊരു സെക്കൻഡറി സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് അതിനെ ഡയറക്റ്റ് വെയിറ്റ് എടുത്തതിന്റെ ശേഷം നമുക്ക് ഡൈല്യൂട്ട് ചെയ്താൽ നമുക്ക് അതിനെ ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദ്യം നമുക്ക് അതിനെ എന്താണ് സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. ആ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ എന്താണ് ക്രിസ്റ്റലൈൻ ഓക്സാലിക് ആസിഡോ അല്ലെങ്കിൽ മോർസാൾട്ടോ പോലുള്ള പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് എടുത്തിട്ട് നമ്മൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്താണ് റിഡോക്സ് ടൈറ്റ് അല്ലെങ്കിൽ പെർമാംഗനോമെട്രിക് ടൈട്രേഷൻസ് നടത്തുന്നത്. അങ്ങനെ എന്താണ് നമ്മൾ പ്രൈമറി സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ട് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ടൈട്രേഷൻ നടത്തിയിട്ട് നമ്മൾ അതിന്റെ നോർമാലിറ്റി കണ്ടുപിടിക്കും. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഫർദർ കാൽക്കുലേഷൻ ഒക്കെ നടത്തുക. നിങ്ങൾ ലാബിൽ ചെയ്യുന്ന സമയത്തിലെ ആദ്യം പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് ആദ്യം ചെയ്യുക. പ്രൊസീജിയർ എഴുതുമ്പോഴൊക്കെ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അങ്ങനെയാണല്ലോ റിയാക്ഷൻ ചെയ്യുക. അപ്പോൾ ആദ്യം പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് പെർമാംഗനോമെട്രിക് ടൈട്രേഷൻസിൽ വരുന്നത്. പെർമാംഗനോമെട്രിക് ടൈട്രേഷൻ എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് എടുക്കുന്നത്. ഈ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഏതെങ്കിലും ഒരു റെഡ്യൂസിങ് ഏജന്റിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ടൈട്രേറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. ഇതിനാണ് നമ്മൾ പെർമാംഗനോമെട്രിക് ടൈട്രേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിയർ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് ഒരു സെൽഫ് ഇൻഡിക്കേറ്റിംഗ് റിയേജന്റ് ആണ്. ഒരു ഇൻഡിക്കേറ്ററിന്റെ സഹായം ഇല്ലാതെ തന്നെ ഒരു പെയിൽ പെർമനന്റ് പിങ്ക് കളർ റിയാക്ഷൻ മിക്സ്ചറിലേക്ക് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഒരു വൈഡ് റേഞ്ച് ഓഫ് റെഡ്യൂസിങ് ഏജന്റിനെതിരായിട്ട് ടൈട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ അതിന്റെ എക്സാമ്പിളുകൾ ശ്രദ്ധിക്കുക. അതേപോലെ പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ എങ്ങനെയാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നോക്കുക. മോർസാൾട്ട് അല്ലെങ്കിൽ ഓക്സാലിക് ആസിഡ് പോലുള്ള പ്രൈമറി സ്റ്റാൻഡേർഡുകൾ ഉപയോഗിച്ചിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്തതിന്റെ ശേഷമാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഡൈക്രോമെട്രി അടുത്തൊരു വീഡിയോ ആയിട്ട് ഡൈക്രോമെട്രി പറയാം.